നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 79. വല്ലേട്ടാ, എന്ത് തെറ്റുണ്ടെന്നാ വല്ലേട്ടൻ പറയുന്നേ? മോളെ, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നീ പറഞ്ഞതിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായില്ല, എന്താ വല്ലേട്ടൻ ഉദ്ദേശിച്ചത്? മോളെ, നീ പറഞ്ഞതുപോലെ മീനുവിൻ്റെ നിർബന്ധപ്രകാരം 1 വർഷത്തേക്ക് പിരിയാമെന്ന നിബന്ധനയോടുകൂടി അവർ വിവാഹം കഴിക്കുന്നു, അല്ലേ? അതെ. എന്നിട്ട് ഇപ്പം മീനു നിന്നോട് പറയുന്നു അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്, അല്ലേ? അതെ. അങ്ങനെ പിരിയാമെന്ന് തീരുമാനിച്ച് തുടങ്ങിയ ഒരു ബന്ധത്തിൽ അവൾക്ക് അവനോടൊരു താല്പര്യം വരണമെങ്കിൽ അങ്ങനെയൊരു താല്പര്യം ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? മനസ്സിലായില്ല. അതായത് ഞാൻ സിമ്പിളായിട്ട് മോളോടൊരു കാര്യം പറയാം. അല്ല, മോളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. കാരണം മോൾക്ക് ഈ പ്രേമവും പുരുഷനോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ, അതെനിക്കറിയാം. ഞാൻ വേറെ ആൾക്കാരുടെ പ്രണയത്തെയൊന്നും എതിർക്കാറില്ല. ആമി അല്പം പിണക്കത്തോടെ പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, മോളെ ഒരാൾ ഇഷ്ടപ്പെടുന്നു. അയാളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിൽ അയാൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് പറയുന്നു നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. അതായത് ആമിയെ ഇഷ്ടപ്പെടുന്ന ആ പയ്യനോട് ആമി ചെന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. മനസ്സിൽ ഇഷ്ടമുള്ള ആ പയ്യൻ എന്തായാലും ആ കല്യാണത്തിന് സമ്മതിക്കും. ഇനി 1 വർഷത്തേക്ക് പിരിയാമെന്ന ഉറപ്പോടെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും ആ സമയത്ത് അവൾ പറഞ്ഞ ഏത് ഡിമാൻഡും അവൻ അംഗീകരിക്കും. കാരണം എന്താ? അവൻ്റെ ആവശ്യം എന്താ? ആമിയെ സ്വന്തമാക്കുക എന്നതാണ്, അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ മോളെ? അവൻ്റെ ആവശ്യം നടത്താൻ അവൻ നീ പറയുന്ന ഏത് കാര്യം അംഗീകരിക്കും. അതുപോലെ 1 വർഷത്തേക്ക് പിരിയാമെന്നുള്ള ആ കാര്യം അംഗീകരിച്ച് കാണും. അതായത് എന്നെങ്കിലും ഒരിക്കൽ ഈ 1 വർഷത്തിനിടയിൽ അവളെ സ്വന്തമാക്കാൻ പറ്റും എന്നവൻ വിശ്വസിച്ച് കാണും. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തതെങ്കിലോ? പിന്നീട് അങ്ങോട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവളെ തന്നെ ഇഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തതെങ്കിലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. വല്യേട്ടൻ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ആമി ഒരല്പം ആലോചനയിലായി. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി, എന്നാലും കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. ശരി, ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. വല്യേട്ടൻ ഒരിക്കൽ കൂടി പറയാൻ ശ്രമിച്ചു. അതായത് മീനുവിനെ വിവാഹത്തിന് മുമ്പേ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അന്നത്തെ അവൻ്റെ സാഹചര്യം, മോള് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം കൂടി അവനൊരിക്കലും അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി കാണില്ല. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലായിരിക്കും അവൾ ചെന്ന് അവനോട് വിവാഹം കഴിക്കാം എന്നൊരു കാര്യം പറയുന്നത്. കിട്ടിയത് ഇതേ അവസരമാണ് എന്ന് വിചാരിച്ച് അവനതിനൊക്കെ പറഞ്ഞു കാണും. പിന്നീട് പതുക്കെ അവൻ ഈ വിവാഹത്തിൽ നിന്ന് അവളെ ഇഷ്ടപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് പ്രവർത്തിച്ചു കാണും. അതിപ്പോൾ സക്സസ് ആയി. എന്താ, അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെയാണ് സത്യം. എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വല്യേട്ടാ, എന്താ സിനിമാ കഥ പറയുകയാണോ? ഇത്രയും കേട്ട സ്ഥിതിക്ക് ആമി ചോദിച്ചു. അയ്യോ, ഞാൻ സിനിമാ കഥ പറഞ്ഞതല്ല. ഇത് പറയാനുള്ള റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാൾ, ഏകദേശം ഒരു 6 മാസത്തോളം മീനുവിൻ്റെ പ്രവൃത്തികൾ വളരെ വളരെ മോശമായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മാറിയോ ഇല്ലയോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ചെറിയൊരു മാറ്റമുണ്ട് എന്നാണ് ഇതുവരെയുള്ളൊരു കാര്യത്തിൽ എനിക്ക് കിട്ടിയത്. അതായത് അവനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുകയായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു 6 മാസം. പക്ഷെ അവനതൊരു പരാതിയായിട്ട് ഏറ്റെടുത്തതേയില്ല. അവനതൊരു വിഷയമേ ആയിരുന്നില്ല. കാരണം അവൻ്റെ ആവശ്യം അവളെ ഇഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു. അതിൽ അവൻ വിജയിച്ചു. മനസ്സിലായോ? ഇപ്പം നീ പറഞ്ഞില്ലേ അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന്. അതായിരുന്നു അവൻ്റെ ഉദ്ദേശം, അതവൻ നടത്തി.
അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, മീനുവിൻ്റെ മകളെ അത്ര പെട്ടെന്ന് അവന് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നോ? അതവൻ അത്ര ഈസി ആയത് അതുകൊണ്ടായിരിക്കില്ലേ? നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്കുള്ളതെല്ലാം നമ്മളങ്ങ് ഇഷ്ടപ്പെടും. അതല്ലേ സത്യം? ജയ്യുടെ കാര്യത്തിൽ അതാണ് സത്യം. എനിക്കുറപ്പാണ്. അവൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്തും ത്യജിക്കാൻ അവൻ തയ്യാറാവുന്നത്. അവളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് പോലും അവന് താങ്ങാൻ പറ്റാതെ പോകുന്നത്. ഈയടുത്ത് അമ്മയും മീനുവും അവനും തമ്മിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ മീനുവിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. പക്ഷെ ആ സമയത്ത് ജയ് മീനുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അമ്മ അത് പറഞ്ഞിരുന്നു. അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മീനുവിനെ ആരും കുറ്റപ്പെടുത്താൻ അവൻ അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് അവൻ ഒരു സപ്പോർട്ട് മീനുവിന് നൽകുന്നുണ്ട്. അത് അവനോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടായിരിക്കില്ലേ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായോ? വല്യേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ജയ് മീനുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണ് അല്ലേ? അതെ. ജയ്യുടെ ഉള്ളിൽ വിവാഹത്തിന് മുമ്പ് തന്നെ മീനുവിനോട് ഇഷ്ടം ഉണ്ടായി കാണും. അത് കാരണമാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. ഇപ്പം അതേ ഇഷ്ടം മീനുവിന് തിരിച്ചുമുണ്ട്. അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ലേ? അല്ലാതെ ജയ് ഒരിക്കലും മീനുവിനെ ചതിക്കില്ല. അവൻ്റെ സ്നേഹം അതത്രയ്ക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. അവൻ വളരെ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു പയ്യനാണ്. അവൻ്റെ സ്നേഹം ഒരു അഭിനയമാണെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉറപ്പാണ് മോളെ, അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലായോ? വല്യേട്ടൻ വാ തോരാതെ ജയ്യെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ആമി കൂടുതലൊന്നും മിണ്ടിയില്ല. വല്യേട്ടാ, ഒരു മിനിറ്റ്. എന്താ മോളെ? ശരി, വല്യേട്ടൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നിരിക്കട്ടെ. പക്ഷേ ജയ്യെപ്പോലൊരു പയ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? ഏട്ടാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും പണത്തിൻ്റെ പുറകെയാണ്. മീനുവിനെ പോലെ ഒരു പണക്കാരി പെണ്ണിനെ വളയ്ക്കുക എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശമെങ്കിലോ? ഏയ്, ഒരിക്കലുമല്ല. അത് ഉറപ്പാണ്. എൻ്റെ വല്യേട്ടാ, എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുള്ളൂ. എനിക്കൊരിക്കലും ജയ്യെ വല്യേട്ടൻ പറയുന്ന രീതിയിൽ വിശ്വസിക്കാൻ പറ്റില്ല. മീനുവുമായിട്ട് അവനൊരു താല്പര്യമുണ്ടെങ്കിൽ അത് മീനുവിൻ്റെ പണത്തോടാണ്. അത് ഉറപ്പാണ്. അല്ലാതെ വല്യേട്ടൻ പറയുന്ന ഈ ആത്മാർത്ഥ സ്നേഹമൊന്നും എന്തായാലും ജയ്ക്ക് മീനുവിനോട് ഉണ്ടാവില്ല. ജയ് മീനുവിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ പണം കണ്ടിട്ടാണ്. അല്ലാതെ എന്താ, നാട്ടിൽ വേറെ പെണ്ണില്ലേ? ഈ രണ്ടാം കെട്ടുകാരിയെ വേണോ പ്രേമിക്കാൻ? അതുകൊണ്ട് വല്യേട്ടൻ വിശ്വസിക്കുന്ന മണ്ടത്തരം ഞാൻ വിശ്വസിക്കില്ല. ആമി വല്യേട്ടനോടായി വാദിച്ചു. മോളെ, നിനക്ക് അവിടെ വീണ്ടും തെറ്റി. ജയ് പണം കണ്ട കണ്ണ് മഞ്ഞളിക്കുന്നവനാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. എന്താ വല്യേട്ടാ, എന്താ പറഞ്ഞേ? മോളെ, പണം അത് ഈ ലോകത്ത് എല്ലാവരും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ചില വ്യക്തികൾക്ക് അവർക്ക് അതിനേക്കാളും മുകളിലായിരിക്കും അവർ മറ്റൊരാളോട് കാണിക്കുന്ന സ്നേഹം. അങ്ങനെ ഒരാളാണ് ജയ്. ജയ്യെ സംബന്ധിച്ചിടത്തോളം മീനുവിൻ്റെ പണമല്ല അവൻ്റെ ആവശ്യം, അവളെ തന്നെയാണ്. അതെനിക്ക് ഇപ്പോഴല്ല, വിവാഹത്തിന് മുമ്പ് മനസ്സിലായ ഒരു കാര്യമാണ്. അതെങ്ങനെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മീനു ജയ്യെപ്പോലൊരു പയ്യനെ ഇഷ്ടപ്പെടുന്നു, അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനെക്കുറിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തി. ഞങ്ങൾ അവനെ കണ്ടു. ഞാനന്ന് അവന് ഓഫർ ചെയ്തത് 10 കോടിയാണ്. എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവണം എന്ന ഡിമാൻഡോട് കൂടി. ആ 10 കോടിക്ക് പുല്ല് വില പോലും അവൻ കൽപ്പിച്ചില്ല. പകരം പെങ്ങളെ മതി എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയാണ് മീനുവും ജയ്യും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് തന്നെ. ഈ അടുത്ത് അവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള സ്വത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഇതിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, എത്ര കോടി വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നവൻ പറഞ്ഞതും ഇതേ കാര്യമാണ്, പണം കൊണ്ട് ഞങ്ങളെ അളക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ പണം കൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന കൂട്ടത്തിൽ ജയ്യുടെ പേരെന്തായാലും ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. മീനുവിനെ അവൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്.
അല്ലാതെ മീനുവിൻ്റെ പണം കണ്ടിട്ടല്ല അവൻ അവളെ സ്നേഹിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. വലിയേട്ടൻ പറഞ്ഞു നിർത്തി. വലിയേട്ടൻ പറഞ്ഞു വരുന്നത്, അതേ മോളെ, മോള് തെറ്റിദ്ധരിക്കുകയാണ് ജയ്യെ. ശരിക്കും പറഞ്ഞാൽ മോൾക്ക് പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു ഷോക്കിലായിരിക്കാം, എനിക്കത് മനസ്സിലാവും. മീനുവിൻ്റെ വിവാഹം പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു ഷോക്കിൽ മോളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും. അല്ലാതെ ജയ്യെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അവൻ അത്ര നല്ല പയ്യനാ, എനിക്കത് ഉറപ്പാണ്. വല്യേട്ടാ, ഇന്നത്തെ കാലമാണ്. ഇപ്പം ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും നല്ലവനാണെന്ന് വിചാരിച്ച പലരും മുഖംമൂടി അഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആരെയും ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവൻ ഹരിശ്ചന്ദ്രനാണെന്ന് വിധിയെഴുതാൻ പറ്റില്ല. എനിക്കെന്തായാലും അങ്ങനെയൊന്നും തോന്നുന്നില്ല. വല്യേട്ടന് ഇത്രയ്ക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം. അതെന്താ മോളെ? വല്യേട്ടൻ ചോദിച്ചു. ജയ്യെക്കുറിച്ച് ഒരന്വേഷണം എനിക്ക് നടത്തണം. വല്യേട്ടൻ അവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എനിക്ക് അയച്ചു തന്നാൽ മതി. അവൻ സൂപ്പർ മാർക്കറ്റിലല്ലേ ജോലി ചെയ്യുന്നത്, അവിടുത്തെ അഡ്രസ്സ് അയച്ചാൽ മതി. ഞാനൊരു അന്വേഷണം നടത്തട്ടെ. ഞാൻ അന്വേഷിച്ച് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അവനെ മീനുവിൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയുള്ളൂ. വല്യേട്ടൻ പറയുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹക്കൂടുതൽ കൊണ്ട് വല്യേട്ടനും തോന്നുന്നതാ ഇതൊക്കെ. പക്ഷേ പെട്ടെന്നൊരു ദിവസം മീനുവിൻ്റെ ജീവിതത്തിൽ കയറി വന്നവനെ അന്ധമായി വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല വല്യേട്ടാ. അതെന്തായാലും ഞാൻ അന്വേഷിച്ചേ ഞാനത് വിശ്വസിക്കുള്ളൂ. എന്തു പറയുന്നു? എന്നാൽ ശരി, മോൾ അന്വേഷിക്ക്. മോൾ അന്വേഷിച്ച് വിശ്വസിച്ചാൽ മതി, എനിക്ക് പ്രശ്നമില്ല. അതിനു മുമ്പ് എനിക്ക് വല്യേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്ക്, എന്താ കാര്യം? എൻ്റെ അന്വേഷണത്തിൽ ജയ്യെക്കുറിച്ച് വല്യേട്ടൻ പറഞ്ഞതൊന്നുമല്ല സത്യമെന്ന് തെളിഞ്ഞാൽ, അല്ല വല്യേട്ടൻ കരുതുന്നത് പോലെ അവൻ അത്ര നല്ലൊരു സ്വഭാവക്കാരനല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങളോ ജയ്യെക്കുറിച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചാൽ മീനുവിൻ്റെ പ്രണയം അത് അവസാനിപ്പിക്കാൻ വല്യേട്ടനെ കൊണ്ട് സാധിക്കുമോ? മീനുവിൻ്റെ മനസ്സിൽ നിന്ന് ജയ്യെ എടുത്ത് കളയാൻ വല്യേട്ടനെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ ഒരു വാക്ക് വല്യേട്ടൻ എനിക്ക് തരുമോ? ആമി വല്യേട്ടനോടായി ചോദിച്ചു. ചിരിച്ചുകൊണ്ടായിരുന്നു ഇതിനുള്ള മറുപടി വല്യേട്ടൻ പറഞ്ഞത്. മോളുടെ അന്വേഷണത്തിൽ ജയ് ഞാൻ കരുതിയതുപോലെ ഒരാളല്ല എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ അവൻ എൻ്റെ പെങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലായാൽ, എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല, അവൻ ഈ ലോകത്ത് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. വല്യേട്ടാ. ആമി ഒരു നിമിഷം നിശബ്ദയായി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പെങ്ങളെ അവൻ വഞ്ചിക്കുകയായിരുന്നുവെങ്കിൽ, അവൻ ഈ കാണിച്ചതൊന്നുമല്ല അവൻ്റെ സ്വഭാവമെങ്കിൽ, പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അവന് അവകാശമില്ല. അതുകൊണ്ട് മോൾ അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ ശരി, ഞാൻ ഫോൺ വയ്ക്കട്ടെ. അല്പം കടുപ്പത്തിലായിരുന്നു വല്യേട്ടൻ്റെ ആ ചോദ്യം. ശരി വല്യേട്ടാ. ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ അയച്ചുതരാം, മോൾ അന്വേഷിക്കുക. ഇതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ആമി ഒരു നിമിഷം അങ്ങനെ നിന്നു. ജയ്യെക്കുറിച്ചുള്ള തൻ്റെ അന്വേഷണത്തിൽ അവൻ താൻ ഉദ്ദേശിച്ച പോലെ ഒരാളാണ് എന്ന് തെളിഞ്ഞാൽ അവൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. മീനുവിൻ്റെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ആമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഒരു നിമിഷം ആലോചനയിലായി. ഈ സമയം സൂപ്പർ മാർക്കറ്റിൽ ജയ്യെ തേടി ഒരു ഫോൺ കോൾ. ഹലോ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന ആ കോൾ ജയ് അറ്റൻഡ് ചെയ്തു. ആരാ? അവൻ ചോദിച്ചു.
എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഹലോ പറഞ്ഞതിന് ശേഷം അവൾ അങ്ങനെ ചോദിച്ചു. വിളിച്ചതൊരു പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലായി. "ആം, ഇല്ല, മനസ്സിലായില്ല," അവൻ പറഞ്ഞു. "ഓർത്തു നോക്ക്, എവിടെയെങ്കിലും ഈ ശബ്ദമൊന്ന് കേട്ടിട്ടുണ്ടോ?" "ആം," അവൻ ഓർക്കാൻ ശ്രമിച്ചു. എവിടെയും അങ്ങനെയൊരു ശബ്ദം കേട്ടതായിട്ട് ഓർമ്മയില്ല. "ആം, ഇല്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല." "ആ, എന്നാ ശരി, ഞാൻ തന്നെ ഓർമ്മിപ്പിക്കാം," അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ആ, പറയൂ." "എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞ് എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്നിരുന്നു. ആ ഏട്ടൻ്റെ നമ്പറിലേക്കാണ് ഞാൻ ഇന്ന് വിളിച്ചത്. ഇപ്പം മനസ്സിലായോ?" അവൾ ചോദിച്ചു. "ഏട്ടനോ? അച്ഛനോ?" ജയ് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല. "ആം, എനിക്ക് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ആം, ഒന്നുകൂടി പറയാവോ?" "ശരി, ഞാൻ എന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയുണ്ടാവുമോ?" അവൾ ചോദിച്ചു. "ആ, അത് പേര് പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഓർമ്മയുണ്ടാവുമോയെന്ന്." "ആ, എന്നാ പേര് പറയാം. കാവ്യ. ഓർമ്മയുണ്ടോ?" "കാവ്യ? ആ, കാവ്യ. വല്യേട്ടൻ്റെ മോള് അല്ലേ?" അവൻ ഓർത്തെടുത്തു. "ഓ, ഭാഗ്യം. അപ്പോൾ ഓർമ്മയുണ്ട് അല്ലേ?" "ആ, ആ, അത് പിന്നെ മറന്നുപോയി. എൻ്റെ ശബ്ദം മനസ്സിലായില്ല അല്ലേ? ഒരു തവണ സംസാരിച്ച ഒരാളുടെ ശബ്ദമൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ?" അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "ഉം, ഞാൻ അന്നേ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ എക്സാം, വേറെ കുറച്ച് തിരക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് വിട്ടുപോയി. അല്ലെങ്കിൽ നമ്മൾ അന്നേ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം എവിടെയാ ഉള്ളത്?" "ഞാൻ സൂപ്പർ മാർക്കറ്റിലാ." "ഓക്കെ. എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവാ എനിക്കൊന്ന് കാണാൻ?" അവൾ ചോദിച്ചു. "ഫ്രീയോ? എന്ത് കാണാൻ? എന്താ കാര്യം?" "എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു." "സംസാരിക്കാനോ? എന്ത്?" അവൻ അറിയാത്തതുപോലെ ചോദിച്ചു. "ആം, വേറൊന്നുമല്ല. എൻ്റെ ലൈഫിലേക്ക് എനിക്കൊരാളെ ഏട്ടനായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ആളെക്കുറിച്ചൊന്ന് അറിയണ്ടേ. അതുകൊണ്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ." "ഓ, അങ്ങനെ. അതിനെന്താ, സംസാരിക്കാലോ. എപ്പോഴാണ് ഫ്രീ ആവാമെന്ന് പറയും, ഞാൻ ആ സമയത്ത് വന്ന് കണ്ടോളാം." ആം, അങ്ങനെ ഫ്രീ ടൈമൊക്കെ ചോദിച്ചാൽ കിട്ടാൻ പാടാണ്." അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ആ, എന്നാലും നാളെ ഞാൻ ലീവാണ്. നമുക്ക് നാളെ കാണാം. എന്തു പറയുന്നു?" ജയ് ചോദിച്ചു. "ആം, ആയിക്കോട്ടെ, എന്നാൽ നാളെ. അപ്പോൾ സ്ഥലം?" "സ്ഥലം എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല. കാവ്യ തീരുമാനിച്ചോളൂ. ഞാൻ അവിടേക്ക് വരാം," അവൾ അവനോടായി പറഞ്ഞു. "ഓക്കെ, എഗ്രീഡ്. ഞാനപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വാട്സപ്പ് ചെയ്യാം. അപ്പം നാളെ. സമയം സമയം ഒന്ന് പറയാവോ?" "സമയം നാളെ ലീവായതുകൊണ്ട് കിടന്നൊന്ന് ഉറങ്ങണം. ഒരു 10 മണിയൊക്കെ ആവും എണീക്കുമ്പോൾ. അത് കഴിഞ്ഞ് കാണാം. എന്തു പറയുന്നു?" "ഓക്കെ, അപ്പോൾ 10 മണി അല്ലേ? 10 മണി ഞാൻ എണീക്കാനാവുമെന്നാണ് പറഞ്ഞത്. ഒരു ഒരു 11:30 ആ സമയമാകുമ്പോൾ കാണാം. എന്തു പറയുന്നു?" "ആ, ഓക്കെ, അഗ്രീഡ്. ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ പറ്റിക്കരുത്," അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ഹേയ്, ഞാനങ്ങനെ പറ്റിക്കുന്ന ആളല്ല, പേടിക്കണ്ട." "ആ, അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടിയായിരുന്നു ആളെക്കുറിച്ച്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടനാക്കില്ല. അതെനിക്ക് ഉറപ്പാ," അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവനൊന്നും മൂളി, മറ്റൊന്നും പറഞ്ഞില്ല. "എന്നാൽ ശരി, നമുക്ക് നാളെ കാണാം 11:30. ഓക്കെ?" "ഓക്കെ, അഗ്രീഡ്." ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. "ആ, പിന്നെ ഒരു കാര്യം.
അയ്യോ! കട്ടായോ? കാവ്യ എന്തിനായിരിക്കും ജയ്യെ കാണാൻ തീരുമാനിക്കുന്നത്? കാവ്യയുടെ മനസ്സിലെന്തായിരിക്കും? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? അടുത്ത ഭാഗം ഉടൻ വരും. കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.